ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം മുടങ്ങിയോണ്ട് തന്നെ അനിയും നന്ദുവും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ്. നിശ്ചയ ദിവസം അനാമിക അനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടത്തിയ 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യം മൂർത്തി മുത്തശ്ശന് മനസ്സിലാവുകയും അത് തന്നെയുമല്ല ഈ വിവാഹത്തോട് തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നുള്ള കാര്യം മുത്തശ്ശൻ്റെ മുമ്പിൽ തുറന്നു പറയുകയും ഇനി അഥവാ എല്ലാവരും ബലം പ്രയോഗിച്ച് അവന്തികയുടെ കഴുത്തിൽ എന്നെക്കൊണ്ട് താലി കെട്ടിച്ച അനാമിക എങ്ങനെയാണോ എൻ്റെ കൂടെ ജീവിച്ചത് അതേ അവസ്ഥ തന്നെ ആയിരിക്കും അവന്തികയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് അവളെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ് നന്ദുവാണ്. അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയെങ്കിലും എൻ്റെ മനസ്സൊന്ന് കാണണം. അനാമിക കല്യാണം കഴിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അതാരും അംഗീകരിച്ചില്ല. ഇനിയും അതേപോലെ ഒരു ചതിക്കുഴിയിലേക്ക് എന്നെ തള്ളിയിടരുത് എന്നൊക്കെ അനിയുടെ നിലപാട് എല്ലാവരുടെയും മുമ്പിൽ വ്യക്തമാക്കിയതോടെ ആ വിവാഹ നിശ്ചയം തന്നെ വേണ്ടെന്ന് വെക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ. എന്നാൽ അവന്തിക്ക് നല്ല വിഷമാവുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണുള്ളതെന്നും നന്ദുവിനെ മാത്രമേ അനി കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ കനകയും ഗോവിന്ദനുമൊക്കെ നല്ല ടെൻഷനിലുമാണ്. അവർ തമ്മിലുള്ള ബന്ധം എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. അനിയും നന്ദുവും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ അവരിങ്ങനെ കയറൂരി വിടുന്നതും ശരിയല്ലെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടും അവർ രണ്ടുപേരും മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നുമില്ല. അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുന്ന നവ്യ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം മുടങ്ങാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നവ്യയുടെ ബുദ്ധിയാണെന്നുള്ളത് ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടുമില്ല. എന്നാലും നവ്യയുടെ മനസ്സിൽ ഇപ്പോഴും അനിയും നന്ദവും തമ്മിൽ ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവർ രണ്ടുപേരുമാണ് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥതയോടെയാണ് സ്നേഹിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് നവ്യയ്ക്ക് അറിയാം. എന്നാൽ കുടുംബത്തിൽ മറ്റുള്ളവരുടെ സംസാരം കേട്ടിട്ടാണ് കനകയും ഗോവിന്ദനും ഉൾപ്പെടെ ആദർശം നയനും എല്ലാവരും ഈ ഒരു ബന്ധത്തെ എതിർക്കുന്നതും. എന്നാൽ ഈ വിവാഹ നിശ്ചയം മുടങ്ങാൻ കാരണം നന്ദു ആണെന്നും പറഞ്ഞ് ജലജയും ജാനകിയും തറവാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും കനകയും ഗോവിന്ദനെയും കുറ്റപ്പെടുത്തിയാണ് കേട്ടോ സംസാരിക്കുന്നത്. എൻ്റെ മോൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടാതെ പോയതിന് കാരണം നന്ദു ആണെന്നും പറഞ്ഞ് ജലജ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സ്വന്തം അച്ഛനെയും അമ്മയും കുറിച്ച് ഇത്രയും മോശമായിട്ട് ജലജ സംസാരിക്കുമ്പോൾ നയനയുടെ കയ്യിൽ നിന്ന് തന്നെ പോവുകയാണ്. നയന ആ സമയത്ത് അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു വെല്ലുവിളി പോലെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനോ അമ്മയോ ഞങ്ങളോ ആരും തന്നെ ഇവരുടെ ബന്ധത്തെ അനുകൂലിച്ചിട്ടില്ല. അവർ പരസ്പരം ഒന്നിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അനിയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെയും അമ്മയും നിങ്ങളിങ്ങനെ മാറി കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കാം. ഇനി അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. അവരുടെ ഇഷ്ടം പോലെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് ഞങ്ങൾ ഫേസ് ചെയ്തോളാം എന്നുള്ളൊരു തീരുമാനമാണ് നയന എടുക്കുന്നത്. ആ സമയത്ത് ആദർശം നയനെ പിന്തുണച്ച് അതേ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അനി നന്ദുവിനെ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമേ ഉള്ളൂ. പക്ഷേ കനകയും ഗോവിന്ദനുമാണ് മൂന്നാമത്തെ മകളെ കൂടി അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് അയക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഈ വിവാഹ ബന്ധത്തെ എതിർക്കുന്നതും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നവ്യയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടാത്തൊരവസ്ഥയിലാണ്. ആ സമയത്ത് മൂന്നാമതൊരാളെ കൂടി അങ്ങോട്ടേക്ക് അയച്ചിട്ട് എന്തിനാണ് വെറുതെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നതും. ജാനകിക്കും നന്ദുവിന് ഈ പറയും പോലെ അത്ര ഇഷ്ടമൊന്നുമല്ല. നന്ദു അങ്ങോട്ടേക്ക് മരുമകളായി വരണമെന്ന് ജാനകി ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും അനിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനെ പെണ്ണാലോചിച്ച് നന്ദാവനത്തിലേക്ക് ചെന്നെങ്കിലും അന്നും കനകയും ഗോവിന്ദനും ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കി വിടുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം കനകയും ഗോവിന്ദനും ഇപ്പം നല്ല ടെൻഷനിൽ തന്നെയാണ്. അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് തന്നെ നവീനും ഇക്കാര്യത്തിൽ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അനിക്കും നന്ദുവിനോട് ഇഷ്ടമുള്ള കാര്യം നവീൻ അറിയാം. അവർ രണ്ടുപേരും ഒന്നിക്കരുത്. നന്ദു എൻ്റെ പെണ്ണാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ നന്ദുവിനെ എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി നവീൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ കുറച്ച് നാളത്തേക്കാണെങ്കിലും അനാമികയും വേണുവിനെയൊക്കെ ഒന്ന് മയപ്പെടുത്തി ഈ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കാൻ നിങ്ങളൊരു തടസ്സമാകരുതെന്നൊക്കെ പറഞ്ഞു അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നവ്യയുടെ ഇടപെടൽ കൊണ്ട് അതൊക്കെ ചീറ്റി പോവുകയും ചെയ്തു. ഇനിയും വൈകിയാൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് എനിക്ക് നഷ്ടമാകും എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ നവ്യം വക്കീൽ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നന്ദുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ എനിക്കിപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അവനും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അവസാന നിമിഷമല്ലേ അത് നടക്കാതെ പോയത്. ഈ വിവാഹ നിശ്ചയം നടന്നിരുന്നെങ്കിൽ അനാമികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ പെണ്ണിൻ്റെ ഒരു ശല്യം ഇനി അവൻ ഉണ്ടാകത്തുമില്ലായിരുന്നു.
എന്നാൽ അവർ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല നന്ദു. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേൾക്കുമ്പോൾ നന്ദുവിന്റെ മുഖത്തും നല്ല സന്തോഷമാണ് കേട്ടോ. ആ വിവാഹ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് ഇനി ആരും ആ ഒരു നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നന്ദു ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതും. ആ സമയത്ത് തന്നെ നവീന്റെ മനസ്സിലുള്ള ഇഷ്ടം നന്ദുവിനോട് തുറന്നു പറയുകയാണ്. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നന്ദു? ആ പെൺകുട്ടി മറ്റാരുമല്ല, അത് നീ തന്നെയാണ്. നിന്നെയാണ് എനിക്കിഷ്ടം, നിന്നെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി പോകുന്നുണ്ട്. അനിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം നവീൻ അറിയാത്തതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ പറയുമെന്നോർത്ത് നന്ദു വല്ലാതെ വിഷമിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള ഇഷ്ടമാണ് ഞാൻ നന്ദുവിനോട് തുറന്നു പറഞ്ഞത്. തിരിച്ചും പോസിറ്റീവായിട്ട് തന്നെയുള്ളൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദു പെട്ടെന്നൊരു മറുപടി പറയണമെന്നില്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ അവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ്. നന്ദുവിനാണെങ്കിലും ഇത് കേൾക്കുന്ന പാടെ വല്ലാണ്ടങ്ങ് ആവുകയാണ്. ഒരിക്കലും നവീനോട് ഞാൻ അങ്ങനെയൊന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് അത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നവീനേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എങ്ങനെ അനിയോട് പറയും? അനിയും നവീനേട്ടനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ അത് ബാധിക്കുകയല്ലേ? ഈ വിഷയം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ വിഷയം നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. നവീനേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നവീനേട്ടനെ എനിക്ക് അങ്ങനെ കാണാനാവില്ല. നവീനേട്ടനെ ഞാൻ ആ കണ്ണുകൊണ്ടല്ല കണ്ടത്. അതുപോലെ തന്നെ നവീനേട്ടനെ എനിക്ക് വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന നവീൻ പിന്നീട് പോകാൻ ഉദ്ദേശിക്കുന്നത് നന്ദാവനത്തിലേക്കാണ്. നന്ദുവിനോട് തനിക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമൊക്കെ നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരുടെ സമ്മതം കൂടി വാങ്ങിക്കാനാണ് നവീൻ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നവീൻ്റെ വീട്ടിൽ നവീൻ്റെ അമ്മയ്ക്ക് നന്ദുവിനെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. പിന്നെ ഒരേ ഒരു മകനായ നവീന് വേണ്ടിയിട്ട് ഒരുപാട് വിവാഹാലോചനകൾ കൊണ്ടുവന്നെങ്കിലും ആ ഒരു ബന്ധത്തിനോടൊന്നും ഒരു താല്പര്യവും നവീൻ കാണിച്ചിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന ആലോചനകളിൽ ഒന്നും തന്നെ ഒരു താല്പര്യവും കാണിക്കാഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പം നവീൻ്റെ ഇഷ്ടത്തിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അവരും. അതുപോലെ തന്നെ നവീൻ്റെ മുത്തശ്ശനും നവീൻ്റെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇത്രയൊക്കെ ആലോചനകൾ കൊണ്ടുവന്നിട്ടും അതൊന്നും അവൻ നോക്കുക പോലും ചെയ്യുന്നില്ല. അവൻ അതിനോടൊന്നും ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ളൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരായാലും അതിന് നീ ഇനി ഇടങ്ങോലിടാതിരുന്നാൽ മതി. അവൻ്റെ അച്ഛൻ അവിടുന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിരിക്കണം. അതുകൊണ്ട് ഇനി അവൻ്റെ ഇഷ്ടത്തിന് നീ എതിരെ നിൽക്കണ്ട. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. കുട്ടികളുടെ ജീവിതമല്ലേ, അവരുടെയൊക്കെ കാഴ്ചപ്പാടുകളൊക്കെ ഇപ്പോൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ. ഇനി നമ്മളായിട്ട് അതിനൊരു തടസ്സം നിൽക്കണ്ട. മൂർത്തിയുടെ കൊച്ചുമോനായ അനിയുടെ അവസ്ഥ ഇപ്പം നീ കണ്ടില്ലേ? ആദ്യത്തെ വിവാഹവും അവൻ ഒട്ടും താല്പര്യമില്ലാതെ ചെയ്തതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലായി നിൽക്കുക. അതുപോലെ ജലജയുടെ മകളുമായുള്ള വിവാഹ നിശ്ചയം നടത്താൻ നോക്കിയിട്ടോ ആ പെൺകുട്ടിയും അവൻ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ആ നിശ്ചയം മുടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുട്ടികളല്ലേ ജീവിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊക്കെ നവീൻ്റെ മുത്തശ്ശൻ നവീൻ്റെ അമ്മയോടും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള സമ്മതമൊക്കെ നവീൻ്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ നേരത്തെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ധൈര്യത്തിലാണ് നമ്മുടെ നവീൻ വക്കീൽ നേരെ നന്ദാവനത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് കനകയോടും ഗോവിന്ദനോടും നവീൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ്. നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. എൻ്റെ ഇഷ്ടം ഞാൻ നന്ദുവിനെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വിവാഹം നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എൻ്റെ വീട്ടിലെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ ഇപ്പം എൻ്റെ മനസ്സുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞേക്കുക. അവരുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു തടസ്സവും ഉണ്ടാവില്ല. അമ്മയ്ക്കിപ്പം നേരത്തെ പോലെ വാശിയൊന്നുമില്ല. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിവാഹം നടന്നാൽ മതിയെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ കനയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നവീനെ പോലെ ഒരു നല്ല പയ്യനെ തന്നെ എൻ്റെ മോക്ക് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളൊരു സന്തോഷമാണ് കനയ്ക്കും ഗോവിന്ദനും. നേരത്തെ തന്നെ കനയ്ക്കും ഗോവിന്ദനും നവീനെ ഇഷ്ടമായിരുന്നുവെങ്കിലും അവർ പിന്നെ ചോദിച്ച് നാണം കെടാൻ നിന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നവീൻ്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാതിരുന്നതും. പിന്നെ നന്ദുവിൻ്റെയും മനിയുടെയൊക്കെ സുഹൃത്തു കൂടിയാണല്ലോ നവീൻ. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം നവീൻ മോൻ ഇപ്പം ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇവിടെ വന്നെന്നൊക്കെ കനയും ഗോവിന്ദനും ചിന്തിക്കുകയാണ്. അനിയും നന്ദുവും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. അവരെ ഒന്നിക്കാൻ ആരും സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് നന്ദുവിനെ എത്രയും പെട്ടെന്ന് മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനാണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നവീൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് വന്നപ്പോൾ അത് കനയ്ക്കും ഗോവിന്ദനും സമ്മതിക്കാനല്ലാതെ വേറെ വഴികളൊന്നുമില്ല. പുറമേന്ന് ഒരുപാട് ആലോചനകൾ വന്നെങ്കിൽ പോലും അതിനൊന്നും തന്നെ നന്ദു സമ്മതിക്കുന്നില്ലായിരുന്നു.
ഇനിയിപ്പം നന്ദുവിൻ്റെ സമ്മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നൊക്കെ അവർ കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ നവീൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പോയതിനു ശേഷം കനകയും ഗോവിന്ദനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു വിവാഹ നിശ്ചയം മുടങ്ങി പോകാൻ പാടില്ല ഗോവിന്ദേട്ടാ. നവീൻ മോനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നവീൻ മോനെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുപോലെ തന്നെ നവീൻ മോൻ്റെ ഫാമിലിയെക്കുറിച്ചും നമുക്കെല്ലാം അറിയാം. അനന്തപുരിയിലെ മൂർത്തി സാറിനെ പോലെ തന്നെയുള്ള ഒരു തറവാടിയാണ് ഈ നരസിംഹം സാറും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനും നല്ല തങ്കപ്പെട്ട സ്വഭാവം തന്നെയാണ്. നമ്മുടെ മോക്ക് ഇതിലും നല്ലൊരു പയ്യനെ ഇനി കിട്ടാനില്ല. അതുകൊണ്ട് അധികം വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടത്തണം. ഇനി അധികം വൈകാതെ ഇവരുടെ വിവാഹവും നടത്തണം എന്നൊക്കെ പറയാം കേട്ടോ കനകയും ഗോവിന്ദനും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാലും നമുക്ക് മോളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ, മോളോട് ഒരു വാക്ക് പറയാതെ എങ്ങനെയാ കനകയെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, നന്ദൂട്ടനോട് ചോദിച്ചാൽ നന്ദൂട്ടൻ സമ്മതിക്കുമെന്ന് ഗോവിന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ അനി തന്നെയാ. പിന്നെ ആ ജ്യോത്സ്യം പറഞ്ഞതും ഗോവിന്ദേട്ടനെ അറിയാമല്ലോ. അവളുടെ മനസ്സിൽ അവൾ ആഗ്രഹിക്കുന്ന പയ്യനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ ഗോവിന്ദേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നന്ദുവിൻ്റെ സമ്മതമൊന്നും നമ്മൾ ഇനി നോക്കണ്ട. അവൾ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് ഈ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മോൾ ഒന്നിനും സമ്മതിക്കില്ല. നമ്മുടെ മോളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. എന്തായാലും ആദർശിനെയും നയനെയും വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണം. നവീൻ മോൻ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വന്ന കാര്യം അവരെയാണല്ലോ ആദ്യം അറിയിക്കേണ്ടത്. അതിനുശേഷം അനന്തപുരിയിലുള്ള എല്ലാവരും അറിയിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കാരണം നവീൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടാകുമെന്ന് നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ സ്റ്റേഷനിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നന്ദു അനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട്, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് വൈകുന്നേരം കാണണം, നിന്നോട് ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് നമുക്ക് വൈകിട്ട് ബീച്ചിൻ്റെ അവിടെ വെച്ച് കാണണം എന്നൊക്കെ പറയുകയാണ് നന്ദു. അനിയാണെങ്കിലും അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അനിക്ക് അത്രയും നേരം ഒന്ന് ക്ഷമിച്ചിരിക്കാൻ പോലും കഴിയാതെ എന്താടി കാര്യം എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നിന്നോട് നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണ്, ഫോണിൽ കൂടെ പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്തായാലും നീ വൈകുന്നേരം ബീച്ചിൻ്റെ സൈഡിലേക്ക് വാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. എന്നാൽ ശരി, ഞാൻ എത്തിയേക്കാം എന്നും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നവീൻ നന്ദാവനത്തിലേക്ക് വന്ന് കനകയോടും ഗോവിന്ദനോടും ഇങ്ങനൊരു വിവാഹാലോചനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നൊന്നും നന്ദു അറിയുന്നില്ല കേട്ടോ. നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും നന്ദുവിനോട് സംസാരിക്കാനാണ് കനകയും ഗോവിന്ദനും വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ വൈകുന്നേരം നേരത്തെ തന്നെ നന്ദു എത്തുകയും ഡ്രസ്സ് മാറി എനിക്കൊന്ന് പുറത്ത് അത്യാവശ്യമായിട്ട് പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കനകയും ഗോവിന്ദനും ഒക്കെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. അനീ കാണാൻ വല്ലതും ആണോടി നീ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് നന്ദു പോകുന്നത്. കാരണം നന്ദു ആകെ ഭയങ്കര സങ്കടത്തിലും വെപ്രാണത്തിലുമാണ്. എങ്ങനെയെങ്കിലും അനിയെ കാണണം, അനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം, ആ ഒരു കാര്യം മാത്രമാണ് കേട്ടോ നന്ദു ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനകയും ഗോവിന്ദനും പറയുന്നതൊന്നും നന്ദുവിന് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എന്തായാലും നന്ദു പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി സ്കൂട്ടർ എടുത്ത് നേരെ ബീച്ചിലോട്ട് തന്നെ പോവുകയാണ്. ഈ സമയത്ത് എന്താ കാര്യം എന്നൊക്കെ അറിയാനായിട്ട് തന്നെ അനിയും വെപ്രാളപ്പെട്ട് പെട്ടെന്ന് തന്നെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. നന്ദുവിനെ കണ്ടപാടെ തന്നെ അനി ചോദിക്കുന്നുണ്ട്, എന്താടി എന്താ കാര്യം, എന്താ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഉണ്ട്, നിന്നോട് ഒരു സീരിയസ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നത്. എന്താന്ന് വെച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ വെറുതെ ടെൻഷൻ ആകരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ചാടിക്കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നീ വളച്ചുകെട്ടില്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയുകയാണ് അനി. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ഇന്ന് ഞാൻ സ്റ്റേഷനിലിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നവീനേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നവീനേട്ടൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ? ആ പെൺകുട്ടി ആരാന്ന് നവീനേട്ടൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്റ്റേഷനിൽ വെച്ച് നവീനേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അനി ഒന്നും അറിയാത്ത ആളെപ്പോലെ ആരാ അവൻ്റെ മനസ്സിലുള്ളതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അത് എടാ അത് പിന്നെ അത് വേറെ ആരുമല്ല, നവീനേട്ടൻ്റെ മനസ്സിലുള്ള പെണ്ണ് ഞാൻ തന്നെയാണ്. എന്നെ വിവാഹം കഴിക്കാൻ നവീനേട്ടൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനിയാകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നന്ദുവിനെ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇത്രയും സീരിയസ് ആയ കാര്യമാണെന്ന്. ഇത് കേട്ടപ്പോൾ നിനക്ക് സങ്കടമായില്ലേ? എന്നാലും നവീനേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ളത് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നവീനേട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നവീനേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എന്നാലും നവീനെക്കുറിച്ച് ഞാനിങ്ങനെ വിചാരിച്ചില്ല. നമ്മളൊക്കെ നല്ല സുഹൃത്തുക്കളല്ലേ,
എന്നാലും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അത് അവൻ എന്നോട് നേരത്തെ പറയേണ്ടതല്ലേ, ഞാൻ അവൻ്റെ അടുത്ത സുഹൃത്തല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതെ, അതാ ഞാനും ആലോചിച്ചത്. എല്ലാ കാര്യങ്ങളും നിന്നോട് ഡിസ്കസ് ചെയ്യുന്ന ആളല്ലേ നവീനേട്ടൻ, എന്നിട്ട് ഈ കാര്യം മാത്രം എന്താ നിന്നോട് പറയുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനിയോട് ഈ കാര്യം അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ തന്നെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ആവുകയാണ്. ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, അല്ല നവീൻ വേറെന്തെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. എന്താടാ, വേറെന്തെങ്കിലും കാര്യമുണ്ടോ, ഞാനറിയാത്ത വേറെന്തെങ്കിലും കാര്യം കൂടി ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നാലും അവനെക്കുറിച്ച് നമ്മളിങ്ങനെ അല്ലല്ലോ വിചാരിച്ചത്. അവനും നമ്മളും ഒക്കെ നല്ല സുഹൃത്തുക്കളല്ലേ, നമ്മുടെ ഫാമിലിയായിട്ടും നല്ല ബന്ധമുണ്ട്. അവനുമായിട്ടുള്ള നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പും വളരെ വലുതാണ്. എല്ലാവർക്കും അവന് ഭയങ്കര കാര്യമായിരുന്നു. എന്നിട്ടും അവൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ നമ്മളോട് തുറന്നു പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാനതൊന്നും അല്ലടാ ആലോചിക്കുന്നത്. എന്നാലും ഞാനും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് ഇതുവരെ നവീനേട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് അറിയുമ്പം നവീനേട്ടൻ അത് ഒരുപാട് വിഷമമാകും. തന്നെയുമല്ല, നവീനേട്ടൻ ഇത് അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മയും അച്ഛനും ഭയങ്കര ഗൗരവത്തിലായിരുന്നു. നവീനേട്ടനെ പോലെ നല്ലൊരു പയ്യൻ്റെ വിവാഹാലോചന വരുമ്പം അവരത് ഉറപ്പായും സമ്മതിക്കും. ഇനി ഈ ഒരു ഊരാക്കുടുക്കിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഏയ് അത് നടക്കാൻ ഒരു ചാൻസും ഇല്ല. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട നന്ദു, എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതാ അവൻ നിന്നോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് നീ മറന്നു കളഞ്ഞേക്ക്, അത് നീ കാര്യമാക്കണ്ട. എന്താന്ന് വെച്ചാൽ അവൻ്റെ അമ്മയോ മുത്തശ്ശനോ ഒന്നും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ മുത്തശ്ശൻ സമ്മതിച്ചാൽ പോലും അവൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തൻ്റെ അടികളായ പെൺകുട്ടികളെ ഒന്നും അവൻ്റെ അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. നീ ഒരു പോലീസ് ഓഫീസറല്ലേ, നിന്നെ ഒരു മരുമകളായിട്ട് അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് അവരാരും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞ് നന്ദുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് അനി. എന്തായാലും നന്ദുവും അനിയും പിന്നീട് അതേപറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടേതായ ലോകത്ത് ബീച്ചിൽ നല്ല ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീനാണെങ്കിൽ നന്ദുവും അനിയും ഇങ്ങനെ കൈകോർത്ത് നടക്കുന്നതും തോളുരുമി ഇരുന്ന് സംസാരിക്കുന്നതും അവർ പരസ്പരം കൈകോർത്ത് നടക്കുന്നതും ഒക്കെ കാണുമ്പോഴേക്കും അതൊന്നും കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത്രയും നാളും അനിക്ക് നന്ദുവിനോട് ഇഷ്ടമുള്ള കാര്യം മാത്രമേ നവീൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അന്ന് അവിടെ വെച്ച് അനിക്ക് നന്ദുവിനോടുള്ളതുപോലെ തന്നെ നന്ദുവിനും അനിയോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നവീൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ അത് കണ്ടിട്ട് നവീന് സഹിക്കാൻ പറ്റുമോ? നവീൻ ആകെ വിഷമാവുകയാണ്. നവീൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച പെണ്ണ നന്ദു, എൻ്റെ പെണ്ണ നന്ദു, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും. എല്ലാവരുടെയും സമ്മതത്തിനായി ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് തന്നെ എല്ലാവരും അറിയാം അവളെ എൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇനി അവന് ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ടുകൊടുക്കില്ല. എങ്ങനെയാണെങ്കിലും ഈ വിവാഹം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നടത്തും എന്നൊക്കെയുള്ളൊരു വാശിയിലാണ് നവീൻ. അങ്ങനെ നവീൻ നന്ദുവും അനിയും കൂടെ ഇങ്ങനെ കൈകോർത്ത് നടക്കുന്നതും ഒന്ന് ചിരിക്കുന്നതുമായുള്ള കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നവീൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നവീൻ്റെ മനസ്സിലൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. എന്തായാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഫോട്ടോസും ഒക്കെ ആയിട്ട് നവീൻ നേരെ വീണ്ടും നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നന്ദാവനത്തിൽ ചെന്ന് കനകയും ഗോവിന്ദനെയൊക്കെ ഈ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെന്നും അവർ തമ്മിൽ ഇപ്പോഴും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് നവീൻ. എന്തായാലും നവീൻ തന്നെ ഈ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചു കൊടുക്കുമ്പം കനകയ്ക്കും ഗോവിന്ദനും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും മോൻ വിഷമിക്കേണ്ട, അവൾ ഇനി അവനെ കാണുകയോ അവനോട് സംസാരിക്കുകയോ ചെയ്യുകയല്ല. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. മോൻ ആഗ്രഹിച്ച പോലെ തന്നെ മോന് തന്നെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് തരുമെന്നൊക്കെ പറഞ്ഞ് നവീൻ ഒരു ഉറപ്പൊക്കെ നൽകിയാണ് കേട്ടോ കനകൻ ഗോവിന്ദനും പറഞ്ഞയക്കുന്നത്. അങ്ങനെ നവീൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടേ മതിയാകുള്ളൂ എന്നൊക്കെ നവീന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും തിരിച്ച് വീട്ടിലെത്തുന്ന നന്ദുവിനോട് കനകയും ഗോവിന്ദനും കൂടി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ കേട്ടോ. നിനക്ക് ആരെയും മീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധൃതി വെച്ചല്ലേടി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് നീയും അനിയും കൂടെ ബീച്ചിലിരുന്ന് എന്തൊക്കെയാടി കാണിച്ചു കൂട്ടിയത്? ഇതൊന്നും ഞങ്ങൾ അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്താടി നീ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനക നന്ദുവിനെ ഒരുപാട് തല്ലുകയും അതുപോലെ ഗോവിന്ദനാണെങ്കിലും നന്ദുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടി, അവനെ കാണുന്നില്ല അവനെ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോഴും അവനെ കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവനെ നീ ഫോണും വിളിക്കാറുണ്ട്. ഇവിടുന്ന് സ്റ്റേഷനിലേക്കാന്ന് പറഞ്ഞ് ഒരുങ്ങി പിടിച്ച് പോയാൽ നീ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കബളിപ്പിച്ച് എന്തും ചെയ്യാന്നുള്ളൊരു തോന്നലായിരിക്കും നിനക്കല്ലേ? എന്നാൽ അത് ഇനി നടക്കുകയില്ല മോളെ. നിന്റെ വിവാഹ നിശ്ചയം ഞങ്ങൾ ഉറപ്പിച്ചു. നവീൻ മോന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്.
നവീൻ മോൻ്റെ വീട്ടുകാർക്കും മോളെ വിവാഹം കഴിക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ പോവാം. ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നതല്ലാതെ നിനക്ക് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. നിനക്കറിയാമല്ലോ, അനിയുമായിട്ട് അങ്ങനൊരു ബന്ധം നടക്കാൻ പോണില്ല. ഒരിക്കലും അനന്തപുരിയിലെ മരുമകളായിട്ട് നീ ചെല്ലാൻ പാടില്ലെന്നുള്ളത്. എന്നിട്ടും നീ എന്തിനാണ് ഈ ബന്ധത്തിന് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്? അവൻ നിന്നെ വിളിച്ചാലും നിനക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം അവൻ്റെ കൂടെ കൊഞ്ചിയും കുഴഞ്ഞും നീ നടക്കുകയാണോട് ചെയ്യേണ്ടത്. നീ ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ള ബോധം പോലും നിനക്കില്ലേ എന്നൊക്കെ ചോദിച്ച് കനക കുറേ വഴക്ക് പറയുക കേട്ടോ നന്ദുവിനെ. എന്തായാലും ഇനി അധികം ഇതിനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട ഗോവിന്ദേട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാക്കണം. അടുത്ത ആഴ്ച തന്നെ നവീൻ മോനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തണം. അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ഇവരുടെ വിവാഹം നടത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ കനക ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴും നന്ദു, ഈ വിവാഹത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നവീനേട്ടനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എനിക്ക് നവീനേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ തീർത്ത് പറയുന്നുണ്ടെങ്കിലും നീ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനും കൂടെ ഷൗട്ട് ചെയ്യുകയാണ് നന്ദുവിനെ. ഈ വിവരങ്ങളെല്ലാം അനിയെ വിളിച്ച് അറിയിക്കണമെന്നുണ്ട് നന്ദുവിന്. പക്ഷേ എന്ത് ചെയ്യാനാകും? ഫുൾ ടൈം കനക നന്ദുവിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അനിയെ വിളിക്കാനോ കാണാനോ പാടില്ലെന്നുള്ള താക്കീതിൽ തന്നെ നന്ദുവിനെ റൂമിൽ ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ കനക. പിറ്റേ ദിവസം തന്നെ ആദർശിനെയും നയനെയും വിളിച്ച് നവീൻ മോൻ ഇങ്ങനെ ഒരു വിവാഹാലോചനയുമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അവരുടെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിക്കുന്നൊക്കെയുള്ള കാര്യം പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനോടും ജയനോടും അതുപോലെ അജയനോടും എല്ലാവരോടും ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നവ്യക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അനിയുടെയും അവധിയുടെയും വിവാഹ നിശ്ചയം മുടങ്ങിയിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ വീണ്ടും അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹ നിശ്ചയം നടത്താനാണ് ഇവർ നോക്കുന്നത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ. അനിയും നന്ദുവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അവരാണ് ഒന്നിക്കേണ്ടതെന്നൊക്കെ നവി വീണ്ടും വിചാരിക്കുകയാണ് കേട്ടോ. ഒന്നിനു പുറകെ ഒന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ ഇതുപോലുള്ള തടസ്സങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ഈ വിവാഹ നിശ്ചയം മുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. പക്ഷേ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുകയും ചെയ്യണമല്ലോ. എന്നാൽ നവീൻ്റെ വീട്ടിലും നന്ദാവനത്തിലുമൊക്കെ ഈ വിവാഹ നിശ്ചയം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനി വീണ്ടും ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. അനിയുടെ ഭാഗം കാണാനോ അനിക്ക് വേണ്ടി സംസാരിക്കാനോ ആരും തന്നെ ഇല്ല. അനി എപ്പോഴും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് അടക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അനിയെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ പോലും കനകയും ഗോവിന്ദനോടും ഒന്നുപോയി ചോദിച്ചതാണ്. പിന്നെ അവർക്ക് തന്നെ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെയും അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നത് മോശമല്ലേ എന്നുള്ള കരുതിയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഈ പ്രാവശ്യം അനങ്ങാതിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവീൻ്റെ അമ്മയ്ക്ക് നന്ദുവിന് ഇഷ്ടമല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യ അറിയുന്നത്. നന്ദുവിനെ പോലെ തൻ്റെടിയായ ഒരു പെണ്ണിനെ ഒരിക്കലും മരുമകളായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു നവീൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും പിന്നെ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് നല്ല കുറേ ആലോചനകൾ കൊണ്ടുവന്നിട്ടും അവൻ അതൊന്നും സമ്മതിക്കാത്തത് കൊണ്ടാണ് അവൻ്റെ ഇഷ്ടത്തിന് തന്നെ വഴങ്ങിക്കൊടുത്തതെന്നൊക്കെ നവീൻ്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. നവീൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നന്ദുവിനെ മരുമകളായി സ്വീകരിക്കാൻ നവീൻ്റെ അമ്മ തയ്യാറായതെന്ന് നവ്യ അറിയുമ്പോഴേക്കും ആ സമയത്ത് നവ്യയ്ക്ക് ഈ വിവാഹ നിശ്ചയം കുളമാക്കാൻ ഒരു ബുദ്ധി ഉദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് അനാമിക തറവാട്ടിലുണ്ടായിരുന്ന സമയത്ത് അനി എല്ലാവരോടും പിണങ്ങി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്പലനടയിൽ കിടന്നൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് നന്ദു അവനെ അമ്പലനടയിൽ നിന്ന് കണ്ടുപിടിക്കുകയും അന്നേരം ആ സമയത്ത് അനിയെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ നന്ദു അനിയും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മുടെ വേണു എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് ലീക്കൗട്ട് ചെയ്ത് അബിയുടെ ഫോണിലും അതുപോലെ ജലജയുടെ ഫോണിലും ഒക്കെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ വെച്ചിട്ട് ഈ വിവാഹ നിശ്ചയം മുടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നമ്മുടെ നവ്യ. ആ ഒരു വീഡിയോ അബിയുടെ ഫോണിൽ നിന്നും നവ്യ രഹസ്യമായി അടിച്ചു മാറ്റുകയും നവീൻ്റെ അമ്മയുടെ നമ്പർ സംഘടിപ്പിച്ച് ആ നമ്പറിലേക്ക് ഒരു അജ്ഞാത സന്ദേശമായിട്ട് നവ്യ ഇതിനെ അയക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഓൾറെഡി നന്ദുവിനെ കുറിച്ചൊരു മോശം അഭിപ്രായമാണ് അവരുടെ അമ്മയ്ക്കുള്ളത്. അതിൻ്റെ കൂടെ അനിയും നന്ദുവും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്നും കൂടി ഉള്ളത് അറിയുമ്പോഴേക്കും എന്തായാലും അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഈ വിവാഹ നിശ്ചയം മുടങ്ങുകയും ചെയ്തോളും എന്നൊക്കെയുള്ളൊരു ധാരണയിൽ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. വിവാഹ നിശ്ചയം നടത്താൻ 2-3 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ ഇതുപോലെ അയച്ചു കൊടുക്കുന്നതും. അങ്ങനെ നവീൻ്റെ അമ്മയ്ക്ക് ഈ ഒരു വീഡിയോ കിട്ടുകയും നവീൻ്റെ അമ്മ ഈ വീഡിയോ കാണുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്ത് അനിയും നന്ദുവും തമ്മിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവർ വാരി പുണരുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നവീൻ്റെ അമ്മയ്ക്ക് തന്നെ ആ ഒരു അവരുടെ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാവുകയാണ്. തന്നെയുമല്ല കനകയും കനകയുടെ മക്കളെയും നേരത്തെ തന്നെ നവീൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ നവീൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് അതിനൊന്നും എതിരെ പറയാതിരുന്നത്. പിന്നെ ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോയും കൂടെ കിട്ടിയപ്പോഴേക്കും പിന്നെ അത് എങ്ങനെ നടത്തി കൊടുക്കാൻ സാധിക്കും?
നവീൻ്റെ അമ്മ ആ വീഡിയോ ഉടനെ തന്നെ നരസിംഹൻ സാറിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നന്ദുവിൻ്റെയും അനിയുടെയും സ്നേഹമൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നവീനെ വിളിച്ചു വരുത്തി നവീൻ്റെ അമ്മ നവീനെ ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നവീൻ്റെ അമ്മ നവീൻ്റെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, ഇവളെ നീ അങ്ങ് മറന്നേക്ക്, ഇനി ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടില്ല. ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ മരുമകളാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഈ വീടിനെ പടി ചവിട്ടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഇതുപോലെ ഒരു അഴിഞ്ഞാട്ടക്കാരി ആയവളെയാണോ എൻ്റെ മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്? കണ്ട പയ്യന്മാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഇവളെ എന്തിനാണ് നീ ഈ വീട്ടിലെ മരുമകളാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവളുടെ സ്വഭാവം ശരിയല്ലെന്ന്. അപ്പോൾ നീ അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ. കണ്ടില്ലേ, ഇപ്പം ഈ ഒരെണ്ണമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതുപോലുള്ള എത്ര എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്തായാലും നീ ഈ ചതിക്കുഴിയിൽ ചെന്ന് ചാടരുതെന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളൂ. എന്തായാലും ഞാനിത് നിൻ്റെ അച്ഛനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിൻ്റെ അച്ഛനും ഈ വിവാഹത്തെ അനുകൂലിക്കില്ല. ഈ വിവാഹം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നവീൻ്റെ അമ്മ തന്നെ ആ ഒരു വിവാഹ നിശ്ചയം അവിടെ മുടക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അയച്ചു കൊടുത്ത അനിയുടെയും നന്ദുവിൻ്റെ ആ ഒരു വീഡിയോ കണ്ട് ആ വിവാഹ നിശ്ചയം തന്നെ മുടങ്ങുകയാണ്. അങ്ങനെ നവ്യ വീണ്ടും ഇവിടെ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വിവാഹ നിശ്ചയം മുടങ്ങുന്നതോടുകൂടി നവ്യയ്ക്കും നന്ദുവിനും അനിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാവരും ഈ വിവാഹ നിശ്ചയം നടന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് ഈ വിവാഹ നിശ്ചയം ഇങ്ങനെ ഉഴപ്പിപ്പോകുന്നതും. എന്തായാലും അവർ വീണ്ടും ഒന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നവ്യയുടെ സഹായം കൊണ്ട് തന്നെയാണ് അനിയും നന്ദുവും ഒന്നിക്കാൻ പോകുന്നതും. എന്തായാലും ഇവരുടെ ഈ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആണെങ്കിലും ചെറിയൊരു സന്തോഷമുണ്ട്. കനകയും ഗോവിന്ദനും എന്തെങ്കിലും ഒരിക്കൽ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അന്ന് അനി ആഗ്രഹിച്ച പോലെ നന്ദുവിനെ അവൻ്റെ പെണ്ണായി നേടിക്കൊടുക്കണം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും അവസാനം നന്ദുവിനെ അനിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.